സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ യാത്ര 8 മാസങ്ങൾ പിന്നിട്ട് 9ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ വീട് വിട്ടിറങ്ങിയിട്ട് 1 വർഷം ആവാറാവുന്നു. കഴിഞ്ഞ ഒരു 10 ദിവസം നമ്മൾ കാശ്മീരിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കും പോയി. പഹൽഗാമിൽ പോയി ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് ഒരു ദിവസം അടിച്ചു പൊളിച്ചു. ഗുൽമാർഗിൽ പോയിട്ട് മഞ്ഞിലൊക്കെ കളിച്ചു. ദാൽ ലേക്കിൽ ശിക്കാരയുടെ ട്രൈ ചെയ്തു. ശ്രീനഗറിലത്തെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട്, മാർക്കറ്റും പരിസരങ്ങളും ഒക്കെ കണ്ട്, സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കാശ്മീർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ വിട്ട് നേരെ കാർഗിലിലേക്ക് വന്നു. ഇതിൻ്റെ ഇടയിൽ സോജല പാസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് അവിടെയൊക്കെ നല്ല സ്നോയും കാര്യങ്ങളൊക്കെ കിട്ടി. അതെല്ലാം എൻജോയ് ചെയ്ത് ആ ദിവസം കാർഗിലിൽ ഇബ്രാഹിം ബ്രോയുടെ കൂടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. കാർഗിലിലത്തെ വാർ മെമ്മോറിയലൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കൂടി നമുക്ക് ലഭിച്ചു കേട്ടോ. കാർഗിലിൽ നിന്നും അടുത്ത ദിവസം തന്നെ നമ്മൾ ലേയിലേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള റോഡിലൂടെ 250 കിലോമീറ്റർ റൈഡ് ചെയ്ത് ഞാൻ ദാ ഇപ്പോൾ ലേ എത്തി കേട്ടോ. ലേയിലെ നമ്മുടെ സുഹൃത്തും ഒരു പ്രമുഖ യൂട്യൂബറും ആയിട്ടുള്ള കോളിൻ ബ്രോ അഥവാ പിക്കോളിൻസ് വൈഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു മലയാളി ചേട്ടൻ്റെ പ്രോപ്പർട്ടി കേരള ഹൗസിൽ വന്നിട്ട് സ്റ്റേ എടുത്തു. കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞാൻ കേരള സ്റ്റൈല് ഫുഡൊക്കെ കഴിക്കുന്നത്. അടുത്ത കുറച്ച് ദിവസം ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ദാ ഇവിടെ ഈ ഒരു കേരള ഹൗസിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ മലയാളികളെ കാണാനും പരിചയപ്പെടാനും പറ്റി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കുറച്ച് എപ്പിസോഡുകൾ ലഡാക്കിലെ കാഴ്ചകളാണ്. ആ കാഴ്ചകളിലേക്ക് പോയാലോ? അപ്പോൾ ഇതേ നമ്മുടെ കോളിൻ ബ്രോയും വൈഫും പോവാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ഫ്ലൈറ്റ് ഇപ്പോൾ രാവിലെ ഉണ്ട്. അപ്പോൾ നേരെ എത്ര 1 മാസമായല്ലേ ഇറങ്ങിയിട്ട്? 1 മാസമായി. പേരെങ്ങനെയായിരുന്നു? ആൻസി. അപ്പം എന്തായാലും രണ്ടുപേർക്കും ഹാപ്പി ജേണി. അതുപോലെ ഫ്യൂച്ചർ ട്രാവലിങ്ങും ട്രെക്കിങ്ങും ഒക്കെ അടിപൊളിയാക്കാം. താങ്ക് യു. അപ്പോൾ INB ട്രിപ്പ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ബ്രോ. ഇവർക്ക് 10:30 ഫ്ലൈറ്റ്. ഇതാണ് സുധീഷ് ചേട്ടൻ. ഈ ചേട്ടനാണ് ഒരു നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, കോളിനൊക്കെ പോയി, കോളിനും ഫാമിലിയൊക്കെ പോയി. അപ്പോൾ അതേ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. പുട്ട് കഴിക്കാൻ പോവാണ്. ഞാൻ രാജസ്ഥാൻ വിട്ടതിന് ശേഷം പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 1 മാസത്തിന് മുകളിലായി ഇപ്പോഴാണ് പുട്ട് കാണുന്നത്. പുട്ടും കടലക്കറിയാണ് സെറ്റ്. നമ്മുടെ ബ്രോസ് 2 പേര് അവരുണ്ട്. അല്ലേ കഴിക്കട്ടെ. ഓംലെറ്റും വന്നിട്ടുണ്ട് എക്സ്ട്രാ. നമ്മുടെ ചായ വന്നിട്ടുണ്ട്. അറിച്ചോ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ലേയിൽ വെച്ചിട്ട് പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് കേട്ടോ. അവർ നമ്മുടെ നാട്ടുകാരാണ്, കളമശ്ശേരിക്കാരാണ്. ഹായ് ചേട്ടാ. ഹായ് ഹായ് ഹായ്. പേരെങ്ങനെയാണ്? അരവിന്ദ്. അതേപോലെ മക്കളുടെ പേരെങ്ങനെയാ? അർണവും അഥർവും അല്ലേ? അഥർവും. അപ്പോൾ ഇവര് ഇപ്പം ഇറങ്ങിയിട്ട് എത്ര നാളായി? 25th ഒരു ജീപ്പായിട്ട് ഇറങ്ങിയതാണ്. ഒരു ഏകദേശം 1 മാസത്തോളമായിട്ട് ട്രാവലിംഗ് ആണ്. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഫാമിലിയായിട്ട് ഇതേപോലെ ജീപ്പിൽ ട്രാവൽ ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ട്രാവലിംഗ്. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ അവർ വന്നത്. അവരുടെ വണ്ടി നോക്കിക്കേ, പൊളിയാണ് കേട്ടോ. ടാറാണ്. ഈ വണ്ടിയായിട്ടാണ് ഇത് നമ്മുടെ KL 07 ആണ് കേട്ടോ. കൊച്ചി രജിസ്ട്രേഷനാണ്. ഈ ഒരു വണ്ടിക്കുള്ളിലാണ് ഇവർ ഫാമിലി 4 പേരും കഴിഞ്ഞൊരു മാസമായിട്ട് ട്രാവൽ ചെയ്യുന്നത്. എന്തായാലും കൊള്ളാമല്ലേ? അപ്പോൾ അവരിത് ഇറങ്ങുകയാണ്. ചേട്ടാ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ശരി, കാണാം. ഇവരുടെ ആ ഒരു മുകളിലുള്ള പെൻറ്റയറിൻ്റെ സംഭവം ലഗേജ് ബോക്സ് ആണ് കേട്ടോ. എന്താ അത്യാവശ്യം 100 ലിറ്റർ എന്തോ സാധനങ്ങൾ കയറാനകത്ത്. അങ്ങനെ കോളിനും പോയി, ആ ചേട്ടനും ഫാമിലിയും പോയി. അപ്പോൾ ഞാനിപ്പോൾ ലേ സിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം. എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ എന്തായാലും ദൂരേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ലേ സിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങുന്നതേ ഉള്ളൂ. ഇന്നും നാളെയും ഞാൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഗുയ്സ്, നമ്മളിത് ഇവിടെ ലേയിൽ എങ്ങും പോയില്ല കേട്ടോ. ഞാൻ റൂമിൽ തന്നെ ആയിരുന്നു. എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ 1-2 വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. ഇപ്പം സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഒന്ന് കുളിക്കൊക്കെ ചെയ്തിട്ടോ. തണുത്ത വെള്ളത്തിൽ തന്നെ കുളിച്ചു. നല്ല തണുപ്പാണ് ഇവിടെ. ഈ ഒരു വൈകുന്നേര സമയത്ത് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ അറൗണ്ട് ഒരു 6 ഡിഗ്രി 8 ഡിഗ്രി ആ ഒരു ഇതാണ്. നൈറ്റൊക്കെ ഇന്നലെ -1 ആയിരുന്നു, പാതിരാത്രിക്കൊക്കെ. അപ്പോൾ ഗുയ്സ്, നമ്മളിത് ഒന്ന് അടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. താഴെ കാണുന്നത് ലേ സിറ്റി ഏരിയ ആണ്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് ഉള്ളിൽ ഒരു ബനിയനും അതിൻ്റെ പുറത്ത് ടീഷർട്ടും അതിൻ്റെ പുറത്ത് ജാക്കറ്റും ഇട്ടിട്ടുണ്ട്. അകത്ത് ഷോർട്ട്സും ജീൻസും ഇട്ടിട്ടുണ്ട്, ഷൂസും ഇട്ടിട്ടുണ്ട്, ഗ്ലൗസും ഇട്ടിട്ടുണ്ട്, തൊപ്പിയും വെച്ചിട്ടുണ്ട്. അയ്യോ, ഇതിക്കുള്ളിൽ ഞാൻ ചെയ്യാനില്ല. കാരണം നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ തിരിച്ചടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡെഡായി പോകും. അതുകൊണ്ട് എടുത്താണ് ഇതെല്ലാം. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു ഇറക്കമാണ്.
ആക്ച്വലി ഇത് തിരിച്ചു വരുമ്പോൾ ഞാൻ കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എൻ്റെ ഈ പുറകിൽ കാണുന്നത് കർദുങ്കില പോകുന്ന റോഡാണ് കേട്ടോ. കർദുങ്കില പാസിലേക്ക് പോകുന്നത് ഈ റോഡാണ്. ഈ റോഡ് ഇങ്ങനെ മുകളിലേക്ക് കിടക്കുകയാണ്. ആ റോഡിലാണ് നമ്മളുടെ ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്ത് രസമാണല്ലേ ഈ മലകളൊക്കെ ഇങ്ങനെ. ഓ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ വീട് കിടക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വീടൊക്കെ വെക്കണോ പണ്ടാരം. അവിടെ കണ്ടിട്ട് തന്നെ മനുഷ്യർ പേടിയാവണം. അപ്പോൾ അവിടെ നിൽക്കുന്നവരും എന്തായിരിക്കും അല്ലേ. അതൊക്കെ അവിടെ ദൂരെ നല്ല മഞ്ഞുമൂടിയ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ടൗൺ ഏരിയ ആണ്. ഷോപ്പ് ചെയ്യേണ്ടവർക്കൊക്കെ അതിന് പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇവിടെ കുറേ ഷോപ്പിംഗ് സ്പോട്ടുകളുണ്ട്. താഴെ കാണുന്ന ലേ സിറ്റിയാണ് കേട്ടോ. മുകളിലൊരു വ്യൂ പോയിൻ്റ് ഒത്തിരി സ്ഥലം കണ്ടപ്പോൾ ഞാൻ കയറി നിന്നിട്ടൊരു വീഡിയോ എടുക്കണം. അങ്ങ് ദൂരെ മഞ്ഞുമൂടിയ മലകളൊക്കെ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതേ വൈകിട്ടത്തെ വാക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നൈറ്റ് വീണ്ടും ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. നടക്കാനല്ല, വണ്ടിയും കൊണ്ടൊന്ന് ഇറങ്ങിയാണ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഇതാണ് ഇവിടുത്തെ ലേയിലത്തെ മെയിൻ മാർക്കറ്റ് ഏരിയ കേട്ടോ. എല്ലാ കടകളൊക്കെ അടച്ചു. നമ്മളിപ്പോൾ ഓൾറെഡി നൈറ്റിലാണ് വന്നത്. 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒറ്റയ്ക്കല്ല കേട്ടോ, ചേട്ടനുണ്ട്. ഹൈ ബ്രോ. ഞാനാണെങ്കിൽ ഒരു ആവേശത്തിന് പറഞ്ഞ് നൈറ്റ് നമുക്ക് ഡ്രൈവിന് പോകാം, നന്നായിട്ട് തണുപ്പാവട്ടെ പോകാമെന്ന് പറഞ്ഞ്. പക്ഷെ ഗുഡ് നൈറ്റ് പറയാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞാൽ നൈറ്റ് ഡ്രൈവ് പോകട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ഭയങ്കര തണുപ്പ് തോന്നാറില്ല. എന്നുവെച്ചാൽ നമ്മൾ വന്ന ദിവസം കിട്ടിയതിൻ്റെ അത്രയും ഒരു തണുപ്പ് ഇപ്പോൾ തോന്നാറില്ല. എന്നുവെച്ചാൽ അപ്പോൾ ഞാൻ ക്ലൈമറ്റുമായിട്ട് ഓക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കൊള്ളാം കേട്ടോ, കാണാൻ ഭംഗിയുണ്ട്. നമ്മളിത് ഇവിടുന്ന് നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് വാങ്ങിച്ചിട്ട് ഇതിന് 30 രൂപയാണ്. എൻ്റെ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ഇത് യൂഷ്വലി ആളുകൾ പറയുന്നത് ഇത് വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കെട്ടിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. ചേട്ടൻ വാങ്ങിച്ചാണ്. ഇതിൽ ഒരെണ്ണം എനിക്ക് കെട്ടിത്തരാമെന്ന് പറഞ്ഞു. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റും കടകളൊക്കെയാണ് കേട്ടോ. നമ്മളിത് ഇവിടെ ഒരു കടയിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 ചേട്ടന്മാരും സാംചേട്ടനും ലിയോചേട്ടനും ഇറങ്ങുകയാണ്. ഫുൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലിയോചേട്ടൻ്റെ വണ്ടിയിൽ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ആൾ സെറ്റാണ്. ഉഷാറല്ലേ? അതുപോലെ സാംചേട്ടനും പോവാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെയും കാണാം. കേരളത്തിൽ വെച്ചിട്ട് പിന്നെ ഒരാളെയും കൂടെ ഉണ്ട്. ഹായ് ചേട്ടാ. അബ്ദുള്ള എന്നാണ് ചേട്ടൻ്റെ പേര്. ആളൊരു യൂട്യൂബറാണ്. ആയിരുന്നു. ഇപ്പൊ ഇടുന്നില്ല. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുള്ളിനെ പിന്നെ പരിചയപ്പെടാം കേട്ടോ. അപ്പൊ എന്തായാലും പോട്ടോ. അങ്ങനെ അതെ, അവര് വിട്ടു. ഞാൻ ആദ്യം ഒന്ന് സിറ്റിയിലേക്ക് ഇറങ്ങാൻ കേട്ടോ. നമുക്ക് ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചൊന്ന് കാണണം. ഇവിടെ വന്നിട്ട് മടി പിടിച്ചിരിക്കുകയാണ്. ഒരു 1.5 ദിവസമായിട്ട് റെസ്റ്റിലാണ്. ഹലോ, ഇവനാണ് എബിൻ. നിക്കറവിടെ. ഇവനാണ് ഡെബിൻ. ഇവൻ ഇവിടുത്തെ സ്റ്റാഫാണ്. നമ്മുടെ ആലപ്പുഴക്കാരനാണ്. വളരെ ആയോടെ എന്തെങ്കിലും വല്ല. ഇപ്പം എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം നമുക്ക് പതുക്കെ. അപ്പോൾ ഗുയ്സ്, നമ്മളിത് ലഡാക്കിലത്തെ ലോക്കലായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ അത് ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് സൊറാവർ ഫോർട്ടാണ്. അതായത് ജനറൽ സൊറാവർ 1836 പണിയെടുപ്പിച്ചൊരു കോട്ടയാണ്. എന്നാൽ ഇവിടെ നമ്മൾ അകത്ത് കയറുന്നില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് പോവാണ്. നമ്മളുടെ അടുത്ത സ്പോട്ട്, അതായത് നമ്മുടെ 2ാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ശാന്തി സ്തൂപയാണ് കേട്ടോ. 1991 ജാപ്പനീസ് ബുദ്ധിസ്റ്റുകാരനായിട്ടുള്ള ഭിക്ഷു എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു സ്തൂപ പണിയെടുപ്പിക്കുന്നത്. ബുദ്ധിസം 2500 വർഷം തികച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്തൂപ പണിയുന്നത്. ഈ ഒരു ശാന്തി സ്തൂപ 11,841 ഫീറ്റ് ഉയരത്തിലാണ് നിൽക്കുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശാന്തി സ്തൂപയാണിത്. പേര് പോലെ തന്നെ സമാധാനത്തിൻ്റെ പ്രതീകം എന്നോണമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. 1991 ഓഗസ്റ്റ് 25-ാം തീയതിയാണ് ഈ ഒരു സ്തൂപ ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ താഴെ 1-2 ബുദ്ധ ക്ഷേത്രങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് എന്തായാലും. പിന്നെ ഈ ഒരു സ്തൂപയുടെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ആ ഒരു ലേ സിറ്റിയുടെ നല്ല അടിപൊളി വ്യൂ ഇതിന് മുകളിൽ നിന്ന് കിട്ടും കേട്ടോ. 1600-കളിൽ പണിത ലേ കൊട്ടാരമാണ് കേട്ടോ മുകളിൽ കാണുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനും കൂടിയാണ് ഈ ഒരു ലേ പാലസ്. ഇപ്പോൾ ലേ കൊട്ടാരത്തിലേക്ക് നമ്മൾ പിന്നീട് വരുന്നതാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ സ്ഥലം സ്കിപ്പ് ചെയ്യാൻ കേട്ടോ. ഇതിവിടുത്തെ ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റാണ് കേട്ടോ. നമ്മളെല്ലായിടത്തും ഉണ്ട് ടിബറ്റൻ മാർക്കറ്റ്, അതുപോലെ ഇവിടുത്തെ ഉണ്ട്. ഇതിവിടുത്തെ മെയിൻ മാർക്കറ്റാണ് കേട്ടോ. ലേയിലത്തെ മെയിൻ മാർക്കറ്റാണ്. നമ്മൾ ഇന്നലെ നൈറ്റോടെ വന്നപ്പം കടകളൊക്കെ ഭൂരിഭാഗവും അടച്ചിടക്കായിരുന്നു. ഇവിടെ ചേച്ചി ഇവിടെ നിൽപ്പുണ്ട്. സുജൻ്റെ വൈഫ് ഇവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങോട്ടേക്ക് വിളിച്ചാണ്. ഇവിടെ എങ്ങാണ്ടുണ്ട്. ഇവിടെ ചേച്ചി ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നതാണ്. എന്തോ ഒരു സോപ്പിനെ ഇങ്ങോട്ട് തെറ്റിക്കാണ് കേട്ടോ. മാൻജോ എന്നാണ് എൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് കേട്ടോ. ഹായ്, പേരെങ്ങനെയാ? വിനോദ്. അതേപോലെ ദീപ, അമൃത, ശ്രീഹരി. അപ്പോൾ ഇവർ നമ്മുടെ കാക്കനാടാണ് സ്ഥലം. നമ്മുടെ കൊച്ചി, നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ വന്നതല്ലേ? അല്ലേ വന്ന്. ഓക്കെ, എന്തായാലും ട്രിപ്പൊക്കെ ഉഷാറാക്കി അടിച്ചു വിളിക്ക്. താങ്ക് യു, കണ്ടതിൽ സന്തോഷം.
നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഫാമിലി ഫുള്ള് കൊച്ചിക്കാരാണ്. അവരെനിക്ക് നട്ട്സൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. എൻ്റെ കയ്യിൽ വെച്ചോ, ട്രാവലിംഗ് എല്ലാം ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്നു. കുറേ നേരം സംസാരിച്ചു. എന്തായാലും അവരെ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. എൻ്റെ വണ്ടി ഇവിടെ നോ പാർക്കിംഗ് ഏരിയ ഇരിക്കുകയാണ്. അവിടെ വണ്ടി അവിടെ ഉണ്ടാവുമെന്ന് തന്നെ അറിഞ്ഞൂടാ. ഇവിടെ വണ്ടി എടുത്തുകൊണ്ടുവന്ന പരിപാടിയുണ്ട്. വണ്ടി ഇവിടെയൊക്കെ പോലീസുകാരുണ്ട്. ഇവിടുന്ന് അങ്ങനെ പാർക്ക് ചെയ്യാൻ അലോഡല്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി വെച്ചേക്കുന്നത്. അവിടെ ഇരിപ്പുണ്ട്. ഭാഗ്യം. അതേ ഇരിക്കണേ. നമ്മളിത് മുത്തിനെ വാഷിന് ആയിട്ട് കേട്ടോ. ഇവിടുത്തെ ഒരു സ്ഥലത്ത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ നമ്മുടെ വണ്ടിയൊക്കെ അവന്മാർ നല്ല കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതേ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഹായ്, നാം ക്യാ ഹൈ ആപ്കാ? റസലാല. താങ്ക് യു സോ മച്ച്. നമ്മുടെ വണ്ടി അവന്മാർ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുത്തൊന്നും വെളുത്തിട്ടുണ്ട്. നാളെ കറുത്തുങ്കൽ കയറുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലതായിട്ട് കയറാം എന്തായാലും. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇവിടെ ലേ ടൗണിൽ നിന്ന് വിടുകയാണ്. ഞാൻ 2-3 പ്ലാനുകളുണ്ട്. കർദുങ്കില, അതുപോലെ തന്നെ ആ റൂട്ട് നേരെ തുർത്തുക്ക്, പാങ്കോങ് ലേക്ക് അവിടെയൊക്കെ പോകണമെന്നുണ്ട്. പിന്നെ സോമരരി, അതുപോലെ തന്നെ വേറൊരു സ്ഥലം കൊണ്ടുണ്ടല്ലോ, ഉംലിംഗ്ലയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടറബിൾ ആയിട്ടുള്ള റോഡെന്ന് പറയുന്നത്. അപ്പം അവിടെ പോകണമെന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മുത്തായിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ ലേയിൽ സ്റ്റേ ചെയ്യുന്ന കേരള ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളി ചേട്ടൻ്റെ പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഡോർമെറ്റിലാണ് ഞാൻ കഴിഞ്ഞ 4 ദിവസമായിട്ട് നിൽക്കുന്നത്. റെസ്റ്റിലായിരുന്നു. ക്ലൈമറ്റോട്ടൊക്കെ ഒന്ന് അഡാപ്റ്റ് ആവാനായിട്ട് വേണ്ടിയിട്ട് കൂടി റെസ്റ്റ് എടുത്തായിരുന്നു. ഇന്നലൊക്കെ തൊട്ട് വയ്യായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഓക്കെയാണ്. ഫുൾ പവർ, ഫുൾ ഓണാണ്. ഇപ്പോൾ ലേ സിറ്റിയുടെ നടക്കാനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. സുധീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ ലേയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചേട്ടൻ നമ്പർ കൊടുത്തേക്കാം, സുധീഷിൻ്റെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ വിളിക്കുക. ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നല്ല ഡോർമെറ്ററീസ് ഉണ്ട്, റൂംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. നല്ല കേരള ഫുഡ് കിട്ടും കേട്ടോ. എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള ഫുഡ് വേറെയും കിട്ടില്ല, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഞാൻ നല്ല ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാണ്. നമുക്ക് ഏകദേശം 200 കിലോമീറ്റർ റൈഡ് ഇന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ഡിസ്കിറ്റിലോ ഹുണ്ടറിലോ എവിടെയെങ്കിലും സ്റ്റേ എടുക്കാമെന്ന് വിചാരിക്കുന്നു. കർദുങ്കിലൊക്കെ റോഡ് പണി എടുക്കുകയാണ്. അവിടെ മൊത്തം റോഡ് മോശമാണ്, ഭയങ്കര അലമ്പാണ്. എന്തായാലും ഇറങ്ങുകയാണ്. എല്ലാം ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ഈ ട്രിപ്പ് ഫുൾ അങ്ങനെയാണല്ലോ. നമ്മൾ കുറേ മലയാളീസിനെ കണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട്. ലേയിൽ വെച്ചിട്ട് കുറേ മലയാളികളെ കണ്ടു. കുറേ ആളുകളെ കണ്ടു കേട്ടോ. പലരും പാക്കേജൊക്കെ എടുത്ത് ട്രിപ്പ് വരുന്ന ആളുകളാണ്. ബൈക്കിന് വരുന്ന ആളുകളുണ്ടായിരുന്നു. കുറേ പേരെ കണ്ടായിരുന്നു. എന്തായാലും എല്ലാം സന്തോഷം. നമ്മളെപ്പോലെ തന്നെ യാത്ര ചെയ്യുന്ന കുറേ ആളുകളെ കാണാൻ പറ്റുന്നതും അവരുടെ അനുഭവങ്ങളും അവരുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എന്താ പറയുക നമുക്കും കിട്ടുന്നതും ഒരു വലിയൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ എൻ്റെ മുത്തവിടെ ഞാൻ ഇന്നലെ വാഷിന് കയറ്റിയായിരുന്നു അവനിപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ ബാക്ക് പാക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ബോക്സിൽ എന്തായാലും കയറ്റും. പെട്രോളിൻ്റെ ഒരു ക്യാൻ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് പോകുന്ന വഴിയിൽ നമുക്ക് സൈഡിലാണ് വെച്ച് കെട്ടാൻ തരും. ചിലപ്പം പെട്രോളിൻ്റെ ആവശ്യം വരും. പോകുന്ന റൂട്ടിൽ പമ്പുകളൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് പരിചയപ്പെട്ട വേറൊരു ചേട്ടനുണ്ട്. പുള്ളി പാക്കേജിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുള്ളി യൂട്യൂബറാണ് ആക്ച്വലി. പക്ഷേ ആയിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ ചാനൽ എന്തായിരുന്നു പേര്? ട്രാവൽ വിത്ത് അബ്ദുക്ക. ഉഷാറാവട്ടല്ല, തീർച്ചയായിട്ടും കുമ്പളിങ്ങിലൊക്കെ കയറി സെറ്റായിട്ട് കാണും. അപ്പൊ ചേട്ടൻ ഇവിടെ നമ്മുടെ കാശ്മീരിലും അതുപോലെ തന്നെ പുറത്തും ചെയ്യുന്നുണ്ട്. മണാലിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾ പാക്കേജ് ഒക്കെ എടുത്ത് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ്, പ്രീമിയം എല്ലാ ടൈപ്പ് പാക്കേജുകളുണ്ട്. ഓക്കെ, ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാൻ കേട്ടോ. നമ്മൾ ലേലത്തെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇടുമ്പോൾ അതും കാണാൻ മറക്കണ്ട. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.